കോഴിക്കോട് കുറ്റ്യാടി ചെറിയ കുമ്പളത്ത് സ്വകാര്യ ബസ്സും ടിപ്പർ ലോറിയും കൂട്ടിയിടിച്ച അപകടം. ബസ് കണ്ടക്ടർ ഉൾപ്പെടെ 10 പേർക്കാണ് പരിക്കേറ്റത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആ ദൃശ്യങ്ങളിലേക്ക്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. അഭിജിത്ത്, ഈ പരിക്കേറ്റവരുടെ നില എങ്ങനെ? ഗുരുതരമായ പരിക്കാണോ? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജയകുമാർ, അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത്. പേരാമ്പ്ര ഭാഗത്തേക്ക് പോവുകയായിരുന്നു സ്വകാര്യ ബസ്. മഴ പെയ്തിരുന്നു. അതിനുശേഷം ഈ ബസ്സിന് നിയന്ത്രണം നഷ്ടമാവുകയും അത് തെറ്റായ ദിശയിലേക്ക് കയറിയാണ്. ആദ്യം ഒരു കാറിനെ ഇടിക്കുന്നു, പിന്നാലെ ഒരു ടിപ്പർ ലോറി ഇടിക്കുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഈ അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഈ സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ ഉൾപ്പെടെ 10 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്കൊക്കെ മാറ്റി. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. വിജയകുമാർ, ഇതിൽ ഈ ബസ്സിന് നിയന്ത്രണം നഷ്ടമായതാണോ അഭിജിത്ത്? ഈ മഴ കാരണം റോഡ് നനഞ്ഞു കിടക്കുന്നു. ആ ഘട്ടത്തിൽ അമിത വേഗത്തിലെത്തിയ ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ടതാണോ ഈ അപകടത്തിന് കാരണം? ബസ് അമിത വേഗത്തിലായിരുന്നു എന്ന് തോന്നുന്നു. ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് തോന്നുന്നത്. തീർച്ചയായും വിജയകുമാർ, അങ്ങനെയാണ് നമ്മൾ ഈ CCTV ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ബസ് അല്പം വേഗത ബസ്സിനുണ്ടായിരുന്നു. പിന്നാലെ മഴ പെയ്തൊരു സമയം കൂടിയാണ്. അതിനാൽ തന്നെ റോഡ് നനഞ്ഞു കിടക്കുകയായിരുന്നു. ഈ അമിത വേഗതയിലെത്തിയ ബസ് നിയന്ത്രണം നഷ്ടമാകുന്നു. അത് തെറ്റായ ദിശയിലേക്ക് കയറുന്നു. ആദ്യം ഒരു കാറിനെയാണ് ഇടിച്ചത്. പിന്നാലെ ഈ കാറിൻ്റെ തൊട്ടുപുറകിൽ കുറ്റ്യാടി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഒരു ടിപ്പർ ലോറി ഉണ്ടായിരുന്നു. ഈ ടിപ്പർ ലോറിയെയും ഇടിക്കുന്നു. അങ്ങനെയാണ് അപകടമുണ്ടായത്. ഏതായാലും ബസ്സിലെ 10ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. കാറിലെയും ഒപ്പം ടിപ്പർ ലോറിയിലെയും ആർക്കും വലിയ പരിക്കുകളില്ല എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പരിക്ക് പറ്റിയവരുടെ നില ഗുരുതരമൊന്നുമല്ല. അവരെ സമീപത്തെ ആശുപത്രികളിലേക്ക് അവിടെ ഓടിക്കൂടിയ നാട്ടുകാരൊക്കെ ചേർന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ, 10 പേർക്കാണ് പരിക്കേറ്റത്. അവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നൊരു വിവരം കൂടിയുണ്ട്. എന്തായാലും വലിയൊരു അപകടമായിരുന്നു. വാഹനം അമിത വേഗത്തിലായിരുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മഴ കൂടി ഉണ്ടായിരുന്നു. ആ സമയത്ത് അതിന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് CCTV ഫുട്ടേജ് നമ്മളെ കാണിക്കുന്നത്.